അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 32 മുതൽ 35 വരെയുള്ള വേദഭാഗങ്ങൾ ഒരാൾ ശബ്ദം ഉയർത്തി വായിക്കണം. 32 മുതൽ 35 വരെയുള്ള വേദഭാഗങ്ങൾ. മനുഷ്യനെ കണ്ടു. പത്രോസ് അവനോട്, ഐനെയാസേ, യേശുക്രിസ്തുവിനെ സൗഖ്യമാക്കുന്നു, എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റു. ലുദ്ദയിലും ശാരോനിലും പാർക്കുന്നവർ എല്ലാവരും അവനെ കണ്ട് കർത്താവിലേക്ക് തിരിഞ്ഞു. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം ഒരുപാട് സംഭവബഹുലമായ ഒരു അധ്യായമാണ്. ശൗലിന്റെ മാനസാന്തരമടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ പരാമർശിക്കപ്പെട്ട ഒരു അധ്യായമാണ് 9-ാം അധ്യായം. അതിന്റെ 32 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പത്രോസിലൂടെ ദൈവം ചെയ്തെടുത്ത ചില ശുശ്രൂഷകളാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ രാത്രിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവിന്റെ മനസ്സിലേക്ക് കൊണ്ടുവന്ന ഒരു വാക്യമാണ് ഈ 35-ാമത്തെ വാക്യം. അതിനോട് ചേർത്ത് ഞാൻ 2 വാക്യങ്ങൾ കൂടെ ചിന്തിക്കാം എന്ന് വിചാരിച്ചതേ ഉള്ളൂ. 35-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ലുദ്ദയിലും ശാരോനിലും പാർക്കുന്നവർ എല്ലാവരും അവനെ കണ്ടു കർത്താവിലേക്ക് തിരിഞ്ഞു. കണ്ടത് പത്രോസിനെയാണെങ്കിലും തിരിഞ്ഞത് എങ്ങോട്ടായിരുന്നു? കർത്താവിലേക്കായിരുന്നു. എന്തായിരിക്കും അതിന്റെ കാരണം? പത്രോസ് ഒരിക്കലും പത്രോസിനെ വെളിപ്പെടുത്തിയില്ല എന്നുള്ളത്. പത്രോസ് വെളിപ്പെടുത്തിയത് മുഴുവൻ ആരെയായിരുന്നു? കർത്താവിനെ. അതുകൊണ്ട് പത്രോസിലേക്ക് തിരിയുവാൻ അവർ തയ്യാറായി. കാരണം അവരാരെ കണ്ടില്ല? പത്രോസിനെ കണ്ടില്ല. അവർ കണ്ടത് മുഴുവൻ ആരെയായിരുന്നു? കർത്താവിനെയായിരുന്നു. അതൊരു വലിയ മർമ്മമാണ്. നമ്മൾ പലപ്പോഴും ആളുകളുടെ ശ്രദ്ധ നമ്മളിലേക്ക് കൊണ്ടുവരാനല്ലേ നമ്മൾ ശ്രമിക്കുന്നത്. നമ്മുടെ വസ്ത്രധാരണം, നമ്മുടെ ഹെയർ സ്റ്റൈൽ, നമ്മുടെ രീതികൾ, ഇതെല്ലാം എന്തിനു വേണ്ടിയുള്ളതാണ്? ആളുകളുടെ ശ്രദ്ധ നമ്മളിലേക്ക് കൊണ്ടുവരിക അല്ലേ? അത് മനുഷ്യന്റെ സ്വഭാവങ്ങളാണ്. അവരെന്നെ ശ്രദ്ധിക്കും. ആയിരക്കണക്കിന് ആളുകൾ നിൽക്കുമ്പോ ആ കൂട്ടത്തിൽ എന്നെ ഒരാൾ ശ്രദ്ധിക്കണമെങ്കിൽ ഞാൻ അവരിൽ നിന്ന് വ്യത്യസ്തനാണ്. അവരിൽ നിന്ന് ഞാൻ വ്യത്യസ്തനായെങ്കിൽ മാത്രമേ ആളുകളുടെ ശ്രദ്ധ എന്റെ മേൽ വരികയുള്ളൂ. അതുകൊണ്ട് ഇന്നുവരെ ആരും ചെയ്തിട്ടില്ലാത്ത ചില സ്റ്റൈലുകൾ എനിക്ക് കാണിക്കണം. ആരും ചെയ്യാത്തവരുള്ള കുറെ വസ്ത്രധാരണങ്ങൾ എനിക്ക് ചെയ്യണം. എന്താ കാര്യം? ആളുകളുടെ ശ്രദ്ധ എന്നിലേക്ക് കൊണ്ടുവരിക. മനുഷ്യന്റെ നേച്ചറാണ്. പക്ഷെ ദൈവമക്കളുടെ ജീവിതത്തിൽ എപ്രകാരമായിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോസ്തലനായ പത്രോസ് വലിയൊരു അത്ഭുതം. 8 വർഷമായി തളർന്നു കിടന്ന ഒരുത്തനെ എഴുന്നേൽപ്പിക്കുന്ന ശുശ്രൂഷയാണ് നടക്കുന്നത്. ഈ സംഭവം ഉണ്ടായപ്പോ സത്യത്തിൽ പത്രോസിന്റെ നേരെയല്ലേ എല്ലാവരും തിരിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും? പത്രോസിന്റെ നേരെയല്ലേ? പക്ഷേ പത്രോസിലേക്ക് തിരിയാതെ അവർ നേരെ എങ്ങോട്ട് തിരിയുകയാണ്? കർത്താവിലേക്ക് തിരിയുകയാണ്. വലിയൊരു കാര്യമുള്ളൂ. പത്രോസ് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന പത്രോസിനെയല്ല, കർത്താവിനെയാണ്. പ്രിയരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം വെളിപ്പെടുന്നതിന് പകരം കർത്താവ് നമ്മളിവിടെ വെളിപ്പെടും. നമ്മുടെ ഒരുപാട് വാക്കുകളുണ്ട്. ഞാനങ്ങനെ, ഞാനിങ്ങനെ, അവൻ എന്നോട് അവിടെയെല്ലാം പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ആരാ? ഞാൻ ഉയർന്നു നിൽക്കുന്നിടത്തോളം കർത്താവിന് ഉയർത്തപ്പെടാൻ സാധിക്കില്ല. അതുകൊണ്ട് പൗലോസിന്റെ ഭാഷയിൽ പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഇവിടെ നിൽക്കുന്ന എന്നെ നിങ്ങൾ കാണുന്നത് എന്റെ ശരീരമല്ല, ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രമാണ്. എന്തുകൊണ്ട് അങ്ങനെ? ഞാൻ ആ വസ്ത്രത്തെ ധരിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളെ കാണുന്നവർ നമ്മളെയല്ല, ക്രിസ്തുവിനെ കാണണം. അതുകൊണ്ട് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പത്രോസ് മുടന്തനോട് പറയുകയാണ്, നീ ഞങ്ങളെ ഉറ്റു നോക്കിക്കോ. ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ പറയാൻ പോവാ. എന്താണ് പറയാൻ പോകുന്നത്? നസ്രയനായ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് വരിക.
കണ്ടോ? അവിടെ പ്രൊജക്ട് ചെയ്യാനുള്ള ഒരൊറ്റ വാക്യമുള്ളൂ, ഞങ്ങൾക്ക് ഉയർത്തുവാനുള്ള ഒരൊറ്റ നാമമേ ഉള്ളൂ. അത് യേശുവിന്റെ നാമമാണ്. Praise the Lord. പത്രോസിന്റെ നാമത്തിലല്ല പത്രോസ് എഴുന്നേൽപ്പിച്ചത്. പത്രോസിനെ പ്രൊജക്ട് ചെയ്തുവല്ല തന്റെ ശുശ്രൂഷകൾ താൻ ചെയ്തു, മറിച്ച് യേശുവിനെ താൻ ഉയർത്തി. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് അവർ പത്രോസിലേക്ക് തിരിഞ്ഞെന്നല്ല, അവർ കർത്താവിങ്കലേക്ക് തിരിഞ്ഞു. കർത്താവിങ്കലേക്ക് തിരിഞ്ഞു. ഇങ്ങനെ ഒരുപാട് പദങ്ങൾ ഈ അപ്പോസ്തലരുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവർ കർത്താവിനോട് ചേർന്നു, അല്ലെ? അവർ കർത്താവിങ്കലേക്ക് തിരിഞ്ഞു. സ്തോത്രം. അവർ സഭയോട് ചേർന്നു എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാം? നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ ചിന്തിക്കുന്ന സഭയോട് ചേർന്ന് നമ്മുടെ ഈ ഒരു ലോക്കൽ ചർച്ച നമ്മുടെ മനസ്സിലേക്ക് വരും. സഭ എന്ന് പറയുന്നത് അതല്ല. ദൈവത്തിന്റെ മനസ്സിലിരിക്കുന്ന സഭ എന്ന് പറയുന്നത് വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരുടെ കൂട്ടമാണ്. അതിന്റെ പേര് എന്തുമായിക്കൊള്ളട്ടെ, പല പേരുകളിൽ അത് അറിയപ്പെട്ടേക്കാം. പക്ഷേ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരുടെ കൂട്ടത്തെയാണ് സഭ എന്ന് പറയുന്നത്. ആ സഭയിൽ ഒരുവൻ ചേരുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സഭയോട് ചേർന്നു എന്ന് പറഞ്ഞാൽ, അവൻ കർത്താവിനോട് ചേർന്നെന്ന് അതിന്റെ അർത്ഥം. കാരണം ക്രിസ്തു ശിരസ്സാകുന്ന ശരീരമാണ് സഭ. ആ സഭയിലെ അംഗമായി ഒരുവൻ മാറ്റപ്പെടുമ്പോൾ ക്രിസ്തുവിന്റെ ശരീരമാകുകയാണ്. അത് മർമ്മമാണ്, അത് വലിയൊരു മർമ്മമാണ്. ആ മർമ്മം നമ്മളിലേക്ക് വെളിപ്പെടുമ്പോഴേ സഭയെ കുറിച്ചൊരു ബോധ്യം നമുക്കുണ്ടാകും. അല്ലെങ്കിൽ നമുക്കാകെ അറിയാവുന്ന സഭയിലെ പാസ്റ്റർ, സഭയിലെ കമ്മിറ്റിക്കാര്, സഭയിലെ ട്രഷറർ, ഇത്രയൊക്കെ നമുക്കറിയത്തുള്ളൂ. സഭ എന്ന് പറയുന്നതല്ല, അതൊക്കെ സുഗമമായ നടത്തിപ്പിന് ആവശ്യമായ ഘടകങ്ങൾ മാത്രം. പക്ഷെ സഭ എന്ന് പറയുന്നത് ക്രിസ്തു ശിരസ്സായിരിക്കുന്ന ശരീരമാണ് സഭ എന്ന് പറയുന്നത്. ഇതിലെ ഓരോ അവയവങ്ങളാണ് നമ്മൾ ഓരോ അവയവങ്ങൾ. എല്ലാ അവയവങ്ങൾക്കും അതാതിൻ്റെതായ ധർമ്മങ്ങളുണ്ട്. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഈ കുഞ്ഞുവരകളിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു, അല്ലെ? എന്തിനാ വെറുതെ 5 വിരകൾ, മാക്സിമം കുറച്ച് ഉണ്ടാക്കാതിരുന്നത് 4 വിരൽ മതിയായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കാതിരിക്കട്ടെ. നമ്മൾ ഈ കുഞ്ഞു വിരലൊന്ന് മുറിഞ്ഞെന്നിരിക്കട്ടെ. അപ്പൊ നമുക്ക് മനസ്സിലാവും ഈ കുഞ്ഞു വിരലിന്റെ ദൗത്യം എന്തൊക്കെയായിരുന്നു. അന്നേരം മനസ്സിലാവും. ഈ വിരൽ ഉപയോഗിക്കാൻ കഴിയാതെ വരുമ്പോഴേ അതിന്റെ ദൗത്യം, ധർമ്മങ്ങൾ എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. ഇതുപോലെ ഈ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും തുല്യ പ്രാധാന്യമാണ്. അതുകൊണ്ട് ഒരു സഭയിലെ മുഴുവൻ അംഗങ്ങൾക്കും അവരവരുടേതായ കടമകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന് തന്നെയാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. മടങ്ങി വരാം. അപ്പൊ നമ്മെ കാണുന്നവർ നമ്മെ അല്ല കാണേണ്ടത്, ആരെ കാണണം? ക്രിസ്തുവിനെ കാണണം. ഏതൊരു കാലത്തും അത്ഭുതങ്ങൾ ആളുകളെ കൂടുതൽ വലിച്ചടിപ്പിച്ച ഒരു കാര്യമാണ്. യേശുവിന്റെ കാലത്ത് യേശു ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. യേശുവിന്റെ 38 അത്ഭുതങ്ങൾ യോഹന്നാൻ എഴുതി വെച്ചു. എന്നിട്ട് യോഹന്നാൻ പറഞ്ഞു, അവൻ ചെയ്ത അത്ഭുതങ്ങൾ എഴുതിയാൽ ഈ ലോകത്തിലുള്ള ഒരു പുസ്തകത്തിൽ ഒതുങ്ങത്തില്ല. അത്രമാത്രം അത്ഭുതങ്ങൾ യേശു ചെയ്തു. യേശു ചെയ്ത അത്ഭുതങ്ങളെല്ലാം ബൈബിളിൽ ഇല്ല. എന്നാൽ യേശു പറഞ്ഞ ഉപദേശങ്ങളെല്ലാം ബൈബിളിലുണ്ട്. വളരെ ശ്രദ്ധിക്കണേ. യേശുവിന്റെ അത്ഭുതങ്ങളെല്ലാം ബൈബിളിൽ ഇല്ല, എന്നാൽ യേശു പറഞ്ഞ ഉപദേശങ്ങളെല്ലാം ബൈബിളിലുണ്ട്. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: അത്ഭുതങ്ങളെക്കാൾ വലുതാണ് ഉപദേശം. അത്ഭുതങ്ങളെക്കാൾ വലുതാണ് വിശുദ്ധ ജീവിതം. അത്ഭുതങ്ങളെക്കാൾ വലുതാണ് യേശുവിന്റെ വാക്കുകൾ. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. യേശു ഭൂമിയിൽ വന്ന, യേശു എന്ന് പറഞ്ഞാൽ ആളുകളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു ചിന്ത എന്നാണ്, അത്ഭുതങ്ങൾ ചെയ്യുന്നവരാണ്. ക്രിസ്ത്യാനികളല്ലാതെ പുറത്തുള്ള ആളുകളോട് യേശു എന്ന് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് വരുന്ന ഇത് തന്നെ, അത്ഭുതങ്ങൾ ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടമാണ് അത്ഭുതങ്ങൾ, എല്ലാവർക്കും ഇഷ്ടം, അല്ലെ? കാനാവിലെ കല്യാണത്തിന് തുടങ്ങുകയായിരുന്നു, പിന്നെ അങ്ങ് അത്ഭുതങ്ങളുടെ ഒരു നീണ്ട പരമ്പര തന്നെയാണ്. ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഇഷ്ടമല്ലാതെ വന്ന എന്താണെന്നറിയാം? ഉപദേശം. ഇന്നും അത് തന്നെയല്ലേ? അത്ഭുതങ്ങൾ ഒരിടത്തിൽ നടക്കെന്ന് പറഞ്ഞാൽ ആളുകളെല്ലാം കൂടെ എന്ത് ചെയ്യും? ഓടിക്കൂടി വരും. എന്നാൽ ഇതിലേക്ക് ഉപദേശം പറയാൻ തുടങ്ങട്ടെ, ആളുകൾ ഉറങ്ങാൻ തുടങ്ങും. ഒരു ഭയങ്കര ബോറാണ് കേട്ടോ, ഭയങ്കര മടുപ്പാണ്. അങ്ങനെ മടുപ്പുള്ളവർക്ക് പറ്റിയ പരിപാടിയല്ലേ ഇത്? ആ ഉപദേശങ്ങളെ കേൾക്കാൻ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഒരിക്കൽ യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ഒരു സംഭവമുണ്ട്. അതേ അധ്യായത്തിൽ തന്നെയുള്ള തുടർന്ന് വായിക്കുന്ന ഭാഗങ്ങളിൽ വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 72 വാക്യങ്ങളാണ് അധ്യായത്തിൽ. അതില് 22 വാക്യങ്ങൾ അത്ഭുതങ്ങളുടെ വാക്യങ്ങൾ,
അത്ഭുതങ്ങൾ അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നതിന് ശേഷം ശിഷ്യന്മാർ പടകിൽ കയറി യാത്ര ചെയ്യുന്നു. പടക് മുങ്ങാൻ തുടങ്ങുന്നു. യേശു അവരുടെ അടുക്കൽ വരുന്നു. പത്രോസ് പറയുന്ന ഒരു ഭൂതം വരുന്നു എന്ന് പറയുന്നു. പക്ഷെ അവിടെ സംഭവങ്ങളെല്ലാം ആകെ ശാന്തമാകുന്നു. ഇത് 22 വാക്യം കൊണ്ടാണ് അവസാനിക്കുക. പിന്നെ നമ്മൾ കാണുന്ന 55 വാക്യങ്ങളുണ്ട്. ഇത് മുഴുവൻ കർത്താവിന്റെ പ്രസംഗം. പിറ്റേ ദിവസം ഇദ്ദേഹം വരിക അവിടെ. ഇന്നലെ അപ്പം തിന്നവർ അവിടെ വരിക. എന്തിനാ അവർ വന്നതെന്നറിയാമോ? അപ്പം തിന്നാനാണ്. പക്ഷെ സത്യം ഞാൻ ചിന്തിക്കാറുണ്ട്, ഇന്നലെ വരെ ഇവരുടെ ഉള്ളിൽ ആ അപ്പം തിന്നുന്നത് വരെ ഇവരുടെ ഉള്ളിൽ അപ്പം കിട്ടുമെന്നൊരു ചിന്തയുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു ചിന്തയെ അവർക്ക്. പക്ഷെ അപ്പം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്പൊ അവരുടെ ലക്ഷ്യം എന്താണ്? സത്യത്തിൽ ആരാ അവിടെ കുഴപ്പം കാണിച്ചെന്നറിയോ? കർത്താവ് തന്നെയാ കുഴപ്പമുണ്ടാക്കി. വിശദം വിട്ടിരുന്നെങ്കിൽ ഒരു കുഴപ്പമോ ഇല്ലായിരുന്നു. പിറ്റേ ദിവസം വചനം കേൾക്കാൻ വന്നേ. പക്ഷെ പിറ്റേ ദിവസം അവർ വന്ന എന്തിനാണെന്നറിയോ? അപ്പം തിന്നാനാ വന്നേ, അത്ഭുതം കാണാനാ വന്നേ. ഇവർ വന്ന് കർത്താവിനെ എവിടെയെല്ലാം നോക്കി. പിറ്റേ ദിവസം തലേ ദിവസം മീറ്റിംഗ് നടന്ന അതേ സ്ഥലത്ത് യേശുവിനെ അന്വേഷിച്ചു വന്നു. യേശുവിനെ കണ്ടില്ല. അവിടെയുള്ള ആളുകളോട് ചോദിച്ചു, ഇന്നലെ ഇവിടെ പ്രസംഗിച്ച പുള്ളിയെ കണ്ടോ? കൂടെ 12 പേരുണ്ടായിരുന്നില്ല, അവരെ കണ്ടോ? അപ്പൊ അവരാരെന്ന് പറഞ്ഞു, പടകിൽ കയറി പോകുന്നത് കണ്ടു. അപ്പൊ ഇവന്മാര് വന്നവന്മാരെല്ലാം എന്ത് ചെയ്തു? കിട്ടിയ പടകിൽ കയറി അക്കരെ എത്തിയപ്പോൾ കർത്താവ് നിൽപ്പുണ്ട്. ഇവര് കർത്താവിന്റെ അടുത്ത് ചെന്ന് ദേഷ്യപ്പെട്ടോ ഇരിക്കുന്നത്, നീ എവിടെയായിരുന്നു? ഞങ്ങൾ എവിടെയൊക്കെ നിന്നെ തിരഞ്ഞു എന്നറിയാമോ? കർത്താവ് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, നിങ്ങൾ എന്നെ അന്വേഷിച്ചത് അപ്പം തിന്നതുകൊണ്ട്. ഇന്നലെ നിങ്ങൾക്ക് അപ്പം കിട്ടിയത് കൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ചത്. ഈ നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിലനിൽക്കുന്നതായ ദൈവവചനത്തിനായി തന്നെ വാഞ്ചിപ്പിക്കും. കർത്താവ് പറഞ്ഞ മറുപടി. അങ്ങനെ യേശുവിന്റെ പ്രസംഗം ഒന്ന് ആരംഭിച്ചു. താൻ പ്രസംഗിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോവുക. ഒരുപാട് വാക്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാ സ്വർഗീയ മർമ്മങ്ങളാണ് കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് നോക്കുമ്പോ 1000കണക്കിന് ആളുകൾ മുമ്പിലുണ്ടായിരുന്നു. പ്രസംഗം തുടങ്ങുമ്പോൾ, പ്രസംഗം തീർന്നപ്പോ ആരുമില്ല. എന്റെ ഭാവനയെ ഞാൻ ചിന്തിക്കുക, യേശു ഇങ്ങനെ സ്റ്റേജിൽ നിന്ന് തകർത്ത് പ്രസംഗിക്കുക. പിതാവിന്റെ വെളിപ്പാടൊക്കെ കണ്ണോടച്ചു ഇങ്ങനെ പ്രസംഗിക്കുക. പ്രസംഗം എല്ലാം കഴിഞ്ഞ് കണ്ടു നോക്കുമ്പോൾ ആരുമില്ല. ആ അവസ്ഥ നോക്കി വയ്ക്കുക. കർത്താവിനെ ചുറ്റും നോക്കി എല്ലാവരും പോയി നോക്കുമ്പോൾ സ്റ്റേജിന്റെ വലതുഭാഗം ഒരു 12 പേരുണ്ട് ശിഷ്യന്മാർ. കർത്താവ് നേരെ അവരുടെ അടുത്തേക്ക്, യേശുവിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ ആദ്യം അവരുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചാൽ, ഞാൻ എന്ത് പറഞ്ഞപ്പോൾ ആൾക്കാർ എഴുന്നേറ്റ് തുടങ്ങി? അടുത്ത പ്രസംഗത്തിൽ ഒഴിവാക്കാൻ എന്തെങ്കിലും മണ്ടത്തരം ഞാൻ പറഞ്ഞായിരുന്നോ? എന്തെങ്കിലും ആരെങ്കിലും വിഷമിപ്പിച്ചായിരുന്നോ? ഞാൻ ആരുടെ ചോദിച്ചാൽ. പക്ഷെ കർത്താവ് അവരുടെ അടുത്ത് ചെന്നത് ചോദിച്ചാൽ ആരറിയോ? നിങ്ങൾ എന്നാ പോകാനെന്നാണ് ചോദിച്ചത്. നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സില്ലായിരുന്നോ? നിങ്ങൾ എന്താ പോകാനേ? അപ്പൊ അതിനകത്തൊരു മണ്ടൻ മുഖവും പറയുക, നിത്യജീവന്റെ മൊഴികളും നിന്നിലുണ്ട്. അത്ഭുതങ്ങൾ മാത്രമല്ല, നിത്യജീവന്റെ മൊഴികളും നിന്നിലുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകാനാ? അങ്ങനെയുള്ള 12 എണ്ണത്തിന് മതി കർത്താവ്. അപ്പം തിന്നാമെന്ന് 10,000 കർത്താവിന് വേണ്ടായിരുന്നു. കർത്താവിന്റെ ആഗ്രഹവുമല്ല. ഞാൻ പറയും, മെഗാ ചർച്ച തന്നെയുള്ള കൺസെപ്റ്റ് നമ്മുടെ ചിന്തയാണ്. കർത്താവിന് അങ്ങനെ ചിന്തയേ ഇല്ല. നമുക്ക് വലിയ വന്നോട്ട് അതൊക്കെ നല്ല കാര്യം. പക്ഷെ ഇതെല്ലാം മേലോട്ട് പോകുന്നതായിരിക്കും. നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു വലിയ ചർച്ചിലെ 25,000 പേര് കൂടുന്ന ഒരു ചർച്ച, പാസ്റ്റർ പേരൊന്നും പറയുന്നില്ല, 25,000 പേര് കൂടുന്ന ഒരു ചർച്ചിലെ പാസ്റ്റർ ഒരു ദിവസം രാത്രി കിടന്നപ്പോൾ ഒരു ദർശനം കാണില്ല. കർത്താവ് വരിക, കർത്താവിനെ മടങ്ങി വരിക. ഒരുപാട് ആത്മാക്കൾ എടുക്കപ്പെട്ടുകൊണ്ടിരിക്കുക, ആളുകൾ ഇങ്ങനെ എടുക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ കാഴ്ചയെല്ലാം താൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഇദ്ദേഹത്തിന്റെ സഭയാണ് നിങ്ങൾ കാണുന്നത്. 25,000 പേരുള്ള ഇന്ത്യയിലെ തന്നെ വലിയ ചർച്ചാണ്. ആ ചർച്ചിൽ നിന്ന് എത്ര പേര്, അതായത് എന്റെ ചർച്ചിൽ, ആ വികാസിക്കുന്ന എന്റെ ചർച്ചിൽ നിന്ന് എത്ര പേര് പോകും? ഇത് കാണാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ നോക്കി ഇരിക്കുമ്പോ 25,000 പേരുള്ള ചർച്ചയിൽ നിന്ന് വെറും 2 പേര് പോകുന്ന കാഴ്ച മുഴുവൻ. വെറും 2 പേര്. അദ്ദേഹം പറഞ്ഞ ഒരു വാക്കാണ്, അന്ന് എന്റെ അഹങ്കാരം അവസാനിച്ചു. ഇന്ത്യയിലെ വലിയ ചർച്ച എന്നുള്ള അഹങ്കാരം എനിക്ക് അവസാനിച്ചു. എന്റെ ചർച്ച വെറും 2 പേര് കൂടുന്ന സഭയാണെന്ന് എനിക്ക് മനസ്സിലായി. 25,000 പേര് കൂടുന്ന സഭയല്ല, 2 പേര് കൂടുന്ന സഭയാണ് മനസ്സിലായി.
കാരണം ആളുകൾ 25,000 ഉണ്ടായിരിക്കാം. പക്ഷെ വിശുദ്ധിയോടെ ജീവിക്കുന്നവരും 2 പേരെ അവിടെ ഉള്ളൂ എന്ന് ഞാൻ അന്ന് കണ്ടു. പ്രിയമുള്ളവരെ, ചർച്ചൊന്നും ദൈവത്തിന്റെ പദ്ധതിയല്ല. ഉള്ളത് 10 ഉള്ളോ അത് നിത്യതയിൽ എത്തിച്ചേരുന്നതാണ്. ഇവിടെ കൊണ്ട് അവസാനിച്ചു പോകുന്നതായി ഇവിടെ പ്രൗഢ കാണിക്കാനല്ല സഭ. അതിനൊക്കെ ക്ലബുകളുണ്ട്. അവിടെ പോയി പറ, ഞാൻ ഇങ്ങനെ കുടുംബത്തിലെയാണ്, ഞാൻ ഇങ്ങനെ ഭയങ്കര പണക്കാരനാണ്, ഞാൻ കോടികളുടെ ആസ്തിയുള്ളതാണ്, അതൊക്കെ അവിടെ പോയി. ഇത് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടം ഇരിക്കുന്ന സ്ഥലമല്ലേ ഇത്? ഇവിടെ വിശുദ്ധന്മാരുടെ കൂട്ടമല്ലേ? അപ്പോസ്തലന്മാരൊക്കെ എഴുതുമ്പോൾ എഴുതുക, ഭൂലോകത്തിൽ വിളിക്കപ്പെട്ട സകല വിശുദ്ധന്മാർക്കും എഴുതുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവരൊക്കെ എഴുതു തുടങ്ങുന്നത്. അല്ലാതെ പെന്തക്കോസ്തുകാർക്ക് വേണ്ടി എഴുതുന്നല്ല, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എഴുതുന്നല്ല, വിശുദ്ധന്മാർക്ക് വേണ്ടി എഴുതുന്നു. കർത്താവ് ചേർക്കാൻ വരുന്നത് പെന്തക്കോസ്തുകാരെ അല്ല കേട്ടോ. നമുക്കൊരു വിദ്യാധാരണയുണ്ട്, പെന്തക്കോസ്തുകാരെ എല്ലാം അവിടെ ചേർക്കാൻ വരുന്നത്. പെന്തക്കോസ്തുകാരെ അല്ല ചേർക്കാൻ വരുന്നത്, വിശുദ്ധിയോടെ ജീവിക്കുന്നവരെ ചേർക്കാൻ വരുന്നത്. ഹല്ലേലൂയ. അവിടെ ഡിനോമിനേഷൻ എന്നല്ല കർത്താവ് നോക്കുന്നത്. ദൈവത്തിന്റെ വചനമനുസരിച്ച് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്ന വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു കൂട്ടത്തെ ചേർക്കാനാണ് നമ്മുടെ കർത്താവ് വരാൻ പോകുന്നത്. മടങ്ങി വരാം. അപ്പൊ ശിഷ്യന്മാർ വിളിക്കുന്ന കർത്താവ് ചോദിച്ചു, നിങ്ങൾ തന്നെ പോകാനേ? ഒരു പറഞ്ഞ നിത്യജീവന്റെ മൊഴികളും നിന്നിലുണ്ട്. നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകാനാണ്? ഏതൊരു കാലഘട്ടത്തിലും ദൈവവചനത്തോട് ജനം മുഖം തിരിച്ചു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ബാക്കി എല്ലാ പരിപാടികൾക്കും ആളുകൾക്ക് വലിയ ഇഷ്ടമാണ്, വലിയ ഇഷ്ടം. അത്ഭുതങ്ങളാണ് വലിയ ഇഷ്ടമാണ്, ഭയങ്കര ഇൻട്രസ്റ്റാണ്. വചനം പ്രസംഗിക്കുമ്പോൾ ഭയങ്കര അസ്വസ്ഥതയാണ്. എന്താ കാര്യം? താല്പര്യമില്ല, എത്ര ഉള്ളൂ. പോലീസിനൊക്കെ ഭാഷ പറഞ്ഞ ഒരു വ്യക്തി എന്ന് പറയുന്ന 2 മനുഷ്യരാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന് അകമേയുള്ള മനുഷ്യൻ, മറ്റൊന്ന് പുറമേയുള്ള മനുഷ്യൻ. ഈ 2 മനുഷ്യരും തമ്മിൽ എപ്പോഴും വഴക്കാണെന്നും കൂടി പറയുന്നുണ്ട്. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമല്ലോ. ഇവർ തമ്മിൽ എപ്പോഴും ഇങ്ങനെ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കും. ഇവരുടെ 2 പേരുടെ ഇഷ്ടങ്ങൾ രണ്ടും രണ്ടാണ്. ഈ 2 മനുഷ്യർക്കും ജീവിക്കണമെങ്കിൽ ഭക്ഷണം വേണം. ഭക്ഷണമില്ല ജീവിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പുറമെയുള്ള മനുഷ്യന് ജീവിക്കണമെങ്കിലും ഭക്ഷണം വേണം, അകമയുള്ള മനുഷ്യന് ജീവിക്കണമെങ്കിലും ഭക്ഷണം വേണം. പുറമെയുള്ള മനുഷ്യനെ ജീവിപ്പിക്കാനുള്ള ഭക്ഷണം എന്തൊക്കെയാണ് നമുക്കറിയാം അല്ലെ? കേരളീയരുടെ ദേശീയ ഭക്ഷണമായ പൊറോട്ടയും ബീഫും നല്ലതല്ലേ? അവന് വലിയ ഇഷ്ടം. ഇപ്പൊ കാലം മാറി, ഫാസ്റ്റ് ഫുഡ് യുഗമായി. KFC, ചിക്കനും ബർഗറും പിസ്സയും അല്ലെ, അങ്ങനെ ഷവായിയും അൽഫാമും എന്നൊക്കെ പറഞ്ഞ് കൊതിപ്പിക്കാതെ വിശന്നിരിക്കുക. ഇങ്ങനെ ഒരുപാട് ഭക്ഷണമുണ്ട് നമ്മുടെ പുറമേയുള്ള ശരീരത്തിന് കൊടുക്കാൻ. ഇങ്ങനെ ഒരുപാട് ഭക്ഷണമുണ്ട്. പക്ഷെ അകമയുള്ള മനുഷ്യന് KFC ചിക്കനും കൊടുത്തിട്ട് കാര്യമില്ല. അകമയുള്ള മനുഷ്യൻ ഒരൊറ്റ ഭക്ഷണമില്ല, അത് ദൈവത്തിന്റെ വചനമാകുന്ന ഭക്ഷണമാണ്. അതാ യേശു ഒരിക്കൽ പിശാചിനോട് പറഞ്ഞത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അകമയുള്ള മനുഷ്യൻ ജീവിക്കണമെങ്കിൽ എന്ത് വേണം? വചനം. പുറമെയുള്ള മനുഷ്യൻ ജീവിക്കാൻ ഈ ലോകത്തിൽ ഒത്തിരി ഭക്ഷണമാണ്. അപ്പൊ ഈ അകമയുള്ള മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നു, പുറമെയുള്ള മനുഷ്യന് ഭക്ഷണം കഴിക്കുന്നു. പുറമെയുള്ള മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നത് അകമയുള്ള മനുഷ്യന് വലിയ താല്പര്യമുള്ള കാര്യമൊന്നും അവർക്ക് വലിയ ഗുണവുമില്ല. നിങ്ങൾ ആരെങ്കിലും സാക്ഷ്യം പറഞ്ഞാലുണ്ടോ? ഇന്നലെ ഞങ്ങൾ KFC പോയപ്പോൾ KFC കഴിച്ചു, ഭയങ്കര ആത്മീയവർദ്ധനമായിരുന്നു. എന്നാലും പറയാനുണ്ടോ? ഇല്ല, കേൾക്കത്തില്ല. എന്നാ കാര്യം അറിയോ? അകമയുള്ള മനുഷ്യന് വലിയ താല്പര്യമില്ല. ഇതുപോലെ തന്നെയാണ് അകമയുള്ള മനുഷ്യൻ ഭക്ഷണം കഴിക്കുമ്പോൾ പുറമെയുള്ള മനുഷ്യന് ഭയങ്കര ഉത്തേജനം. ഇപ്പൊ ഭക്ഷണം ആർക്കാ കൊടുത്തോണ്ടിരിക്കുന്ന അറിയോ? ഇപ്പൊ പുറമെയുള്ള മനുഷ്യൻ തീരും, പിന്നെ അങ്ങ് വായിക്കോട്ടയായി, ക്ഷീണമായി, നെളിവീരിയായി, ആകെപ്പാടെയാണ് അസ്വസ്ഥ. എന്താ കാര്യം അറിയാം? പുറമെയുള്ള മനുഷ്യന് വലിയ താല്പര്യം ഇല്ലാത്ത കാര്യമാണ്. എന്നാൽ അകമയുള്ള മനുഷ്യനെ ഈ ഭക്ഷണം കൊടുത്ത് ശക്തിപ്പെടുത്തി ഒന്ന് ബലപ്പെടുത്തി നോക്കിയിട്ട് ഈ പുറമെയുള്ള മനുഷ്യനെ കീഴ്പ്പെടുത്താൻ അകമയുള്ള മനുഷ്യൻ കഴിയും. ഇന്ന് സംഭവിക്കുന്നത് ഞാൻ പറയാം. പുറമെയുള്ള മനുഷ്യന് 80, 85, 90 കിലോയിൽ ഇങ്ങനെ നിൽക്കുക. അകമയുള്ള മനുഷ്യൻ, ഈ പുറമെയുള്ള മനുഷ്യന്റെ ഫോട്ടോ ഇപ്പോഴും എടുക്കുക.
സെൽഫി എപ്പോഴും നമ്മൾ എടുക്കുക. അകമയുള്ള മനുഷ്യന്റെ ഫോട്ടോ എടുത്താൽ അകമയുള്ള മനുഷ്യൻ എങ്ങനെ ഇരിക്കുന്നത്? പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടില്ലേ, സൊമാലിയയിലെ പട്ടിണിക്ക് പോലെ ഇസഡ് പോലെ നിൽക്കുന്ന ഒരു പയ്യൻ, ഒരു കാറ്റടിച്ചാൽ പിടച്ചു വീഴുന്ന മനുഷ്യൻ, ഒരു പയ്യൻ ഫോട്ടോ കണ്ടിട്ടില്ലേ? ഈ പരുവത്തിൽ ഇരിക്കും അകത്തെ മനുഷ്യന്റെ ഫോട്ടോ എടുത്താൽ എപ്പോ വേണേലും വീഴാം. ഇവന് ബലമില്ല, ഇവന് ശക്തിയില്ല. ചെറിയൊരു നിസാര വിഷയമാണ് പറയും, ഞാൻ ഈ ചർച്ചയിലില്ല, ഞാൻ ഈ ചർച്ച കൊള്ളത്തില്ല, ചർച്ചും കൊള്ളത്തില്ല, പാസ്റ്ററും കൊള്ളത്തില്ല, ക്രിസ്ത്യൻ കൊള്ളത്തില്ല, ആരും കൊള്ളത്തില്ല, ഇനി ഞാനെങ്ങോട്ട്. സഭയുടെ കുഴപ്പമല്ല, എല്ലാ സഭകളിലും അവിടത്തേതായ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. പക്ഷെ പ്രശ്നം എവിടെയാണെന്നറിയാമോ? ആത്മീക മനുഷ്യന് ജീവൻ, ആത്മീക മനുഷ്യന് ശക്തിയില്ല. ഇവന് ഭക്ഷണം കൊടുത്തിട്ടില്ല, ഇവൻ ആരോഗ്യം ഉണ്ടാക്കിയിട്ടില്ല. ഇതെവിടെയാണ് ഇത് തിരിച്ചറിയുന്നതെന്നറിയാമോ? ഒരു പാപം നമ്മുടെ മുൻപിൽ വരട്ടെ, അപ്പൊ അറിയാം ആത്മീക മനുഷ്യന്റെ ബലം എത്രത്തോളം. ആത്മീക മനുഷ്യന് ബലമുണ്ടെങ്കിൽ ഒരുവൻ പാപത്തെ ജയിക്കും. ജഡീക മനുഷ്യനാണ് ബലം കൂടുതലെങ്കിൽ അവൻ പാപം ചെയ്യും. അവിടെ നമുക്ക് തിരിച്ചറിയാം അകത്തെ മനുഷ്യന്റെയും പുറത്തെ മനുഷ്യന്റെയും ബലം എത്രത്തോളമാണ്. പ്രിയമുള്ളവരെ, അകത്തെ മനുഷ്യനെ വചനത്താൽ നമ്മൾ നിറയ്ക്കണം. വീട് പോകത്തില്ല. യേശു പറഞ്ഞില്ലേ, ഒരുത്തം വീട് പണിയാൻ പോവുക, രണ്ടടിസ്ഥാനങ്ങളിടാം. ഒന്ന് മണലിന്മേലിടാം, പണി പെട്ടെന്ന് കഴിയും, ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും പണി. പക്ഷെ മറ്റൊന്ന് പാറമേലിടാം. പാറമേൽ അടിസ്ഥാനം ഇട്ട് പണിതാൽ സമയമെടുക്കും. ഓരോ കല്ലുകളും എടുത്ത് ഷേപ്പ് വരുത്തി ഒന്നിന്റെ മുകളിൽ ഒന്നായി വെച്ച് വരുമ്പോൾ സമയമെടുക്കും. പക്ഷെ ആ വീട് സ്ട്രോങ് ആയിരിക്കും. കർത്താവ് പറഞ്ഞു, ഒരുത്തൻ മണലിന്മേൽ പണിതു, ഒരുത്തൻ പാറമേൽ പണിതു. ഈ രണ്ട് വീടുകൾക്കും ഒരുപോലെയാണ് പ്രശ്നങ്ങൾ വന്നത്. ചിലർക്ക് തെറ്റിദ്ധാരണയുണ്ട്, ഞാൻ വിശ്വാസത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ, വചനത്തിന്റെ അടിസ്ഥാനപ്പെട്ട് ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലെന്ന്. ഒരിക്കലുമല്ല, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷെ വീഴത്തില്ല. കാരണം അടിസ്ഥാനം എന്തിന്മേല? പാറമേല. വൻമഴ പെയ്തു, നദികൾ പൊങ്ങി, പ്രശ്നങ്ങൾ ആരംഭിച്ചു, ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. പക്ഷെ മണലിന്മേൽ പണിത വീട് വീണുപോയി, അലച്ചുപോയെന്ന് എഴുതിയിരിക്കുന്നത്. അലച്ചുപോയി, വീടുന്നതിനേക്കാൾ ഭയങ്കരമാണ് അലച്ചുപോയി എന്ന് പറയുന്നത്. തകർന്ന് തരിപ്പണമായിപ്പോയി. പക്ഷെ പാറമേൽ പണിത വീട് അതിന്നും നിലനിൽക്കുക, ഒരു പോറൽ പോലും ഏൽക്കാതെ. ഞാൻ പറയാൻ പ്രിയരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ തകർന്നു പോകാതിരിക്കണോ, വീണു പോകാതിരിക്കണോ? ദൈവത്തിന്റെ വചനത്തിൽ നിലനിൽക്കാൻ, ദൈവത്തിന്റെ വചനം ഭക്ഷിക്കാൻ ലഭിക്കുന്ന അത്രയും സമയം വചനത്താൽ ജീവിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ വചനത്താൽ ജീവിച്ചു നോക്കി, എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും വീണു പോകത്തില്ല, തകർന്നു പോകത്തില്ല. നമ്മുടെ വിശ്വാസത്തിന്റെ അളവും വിശ്വാസത്തിന്റെ ആഴവും അവിടെ വർദ്ധിക്കാൻ തുടങ്ങും. ശദ്രക്കിനെ മേശക്കിനെ അബേദ്നെഗോവിനെ നോക്കിയേ. ഇവര് വന്നിട്ട് പറയുക, ഈ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഒരു സന്തോഷമാണ്. എന്താന്ന് ചോദിച്ചാൽ അവർ രക്ഷപ്പെട്ടത് നമുക്കറിയാം. പക്ഷെ ആ തീക്കകത്തേക്ക് വീടിന് തൊട്ട് മുമ്പുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഈ ചരിത്രം എങ്ങനെ എഴുതപ്പെടും അവർക്കറിയില്ല. ഇപ്പൊ നമുക്കറിയാം ചരിത്രം എങ്ങനെ എഴുതിയതെന്ന്. പക്ഷെ അന്ന് അവർക്കറിയില്ല ഈ ചരിത്രം എങ്ങനെ രേഖപ്പെടുത്തുമെന്ന്. ഒരുപക്ഷെ 3 എബ്രായ ബാലന്മാർ വിശ്വാസത്തിന് വേണ്ടി അവർ അവരുടെ ജീവനെ ബലിയർപ്പിച്ചു എന്ന് വേണമെങ്കിൽ ചരിത്രം വരുമായിരിക്കാം. അവർക്കറിയില്ല എന്താ സംഭവിക്കാൻ പോകുന്നത്. 7 മടങ്ങായി വർദ്ധിപ്പിച്ച തീച്ചൂളയുടെ മുൻപിൽ നിന്നിട്ട് അവർ 3 പേരും ഒരേ ശബ്ദത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും രാജാവെ, നീ ഉണ്ടാക്കിയ വിപത്തെ ഞങ്ങൾ നമസ്കരിക്കില്ല. മരണത്തെ മുഖാമുഖമായി മുന്നിൽക്കാൻ അവർ പറഞ്ഞു ഇല്ല. ആദ്യ നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ അനുഭവിച്ച പീഡനങ്ങൾ സഭാചരിത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്ന വായിച്ചാണല്ലോ നമ്മുടെ ഹൃദയം തകരും. മാതാപിതാക്കളുടെ മുൻപിലിട്ട് കൊച്ചു കുഞ്ഞുങ്ങളെ പട്ടിയെ തല്ലിക്കൊല്ലുന്ന പോലെ തല്ലിക്കൊന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ചോദിക്കും, തിരിച്ചു പറയാമോ? നിങ്ങളുടെ വിശ്വാസം തിരിച്ചു പറയാമോ? അവർ പറയില്ല. ഈ അടുത്ത കാലത്ത് നോർത്ത് ഇന്ത്യയിൽ നടന്നൊരു കാര്യമുണ്ട്. തണുത്തുറഞ്ഞ തടാകത്തിൽ ഭാര്യയും ഭർത്താവിനെ ഇറക്കി നിർത്തി, നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ ത്യജിച്ചു പറഞ്ഞാൽ നിങ്ങളെ തിരിച്ചു കയറ്റാം.
-2 ഡിഗ്രിയിൽ നിൽക്കുന്ന ആ തണുത്തുറഞ്ഞ തടാകത്തിനകത്ത് നിൽക്കുകയാ ഭാര്യയും ഭർത്താവും 18 മണിക്കൂറായപ്പോൾ ഭർത്താവ് കുഴഞ്ഞു വീണ് മരിച്ചു. ഭാര്യ മരിച്ചില്ല, മക്കളെ നിൽക്കുക, കരയില്ല. മക്കളെ സജസ്റ്റ് ചെയ്തില്ല, തിരിച്ചു പറയാൻ പറഞ്ഞില്ല. അവരുടെയൊക്കെ വിശ്വാസത്തിന്റെ ആഴം ഭയങ്കരമായിരുന്നു. ഭർത്താവ് മരിച്ചുപോയി, ഭാര്യ മരിച്ചിട്ട് എന്തും ജീവനാണ്. അവരെ പിന്നീട് അവർക്ക് തന്നെ ദയ തോന്നി അവരെ തിരിച്ച് കയറ്റി എന്നാണ് ഞാൻ ആ വാർത്ത വായിച്ചത്. ഞാൻ പറഞ്ഞത്, തന്റെ പ്രിയപ്പെട്ടവർ കണ്ണിന് മുൻപിൽ പിടഞ്ഞു വീണ് മരിക്കുമ്പോഴും അവരുടെ വിശ്വാസം തള്ളിപ്പറയാൻ അവർ തയ്യാറായില്ല. എന്താ കാര്യം എന്നറിയോ? അവരുടെ ഉള്ളിൽ വീണ വചനം അത് ബലമുള്ളതായിരുന്നു, അത് ശക്തിയുള്ളതായിരുന്നു. ആദ്യ നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചു, പക്ഷെ അവർ ഈ മാർഗത്തെ തിരിച്ചു പറയാൻ അവർ തയ്യാറായി. ഇതാണ് പ്രിയരെ ക്രിസ്തീയ ജീവിതം. അല്ലാതെ എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങോട്ട് ഓടി വന്ന കൈയടിച്ചിട്ട് പോകുന്ന പരിപാടിയല്ല ക്രിസ്തീയ ജീവിതം. ഇത് വചനത്താൽ ഹൃദയത്തെ നിറയ്ക്കുക, അകത്തെ മനുഷ്യനെ വചനത്താൽ നിറയ്ക്കുക. ലോകം മുഴുവൻ പ്രതികൂലമായാലും നിലനിൽക്കുവാനുള്ള അകത്തെ മനുഷ്യന്റെ ശക്തിയിൽ ഉണ്ടാവും. അങ്ങനെയെങ്കിൽ വചനത്താൽ നാം നിറയപ്പെടുവാനിടയായിട്ട്. അപ്പോൾ അത്ഭുതങ്ങളെക്കാൾ അടയാളങ്ങളെക്കാൾ ദൈവവചനത്തെ കർത്താവ് പ്രാധാന്യം കൊടുത്തു. ഞാൻ പറയട്ടെ, ദൈവം പിതാവായ ദൈവം യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത് ഇവിടെ കുറെ അത്ഭുതങ്ങൾ ചെയ്യാനായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ യേശു ആദ്യം യേശുവിന് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തു. ഞാനൊരു അത്ഭുതങ്ങൾ ചെയ്യാൻ സിദ്ധിയുള്ള മനുഷ്യനാണെങ്കിൽ ആദ്യം ഞാൻ ചെയ്യുന്ന കാര്യം അറിയും, ഞാനൊരു കോടീശ്വരനാവും ആദ്യം. അല്ല, ഇന്നത്തെ പത്രപരസ്യം പോലെ 250 രൂപയുടെ ചരട് മേടിച്ച് കയ്യെ കെട്ടിയാൽ നീ കോടീശ്വരനാകുമെന്ന് പറഞ്ഞു 250 രൂപ അവൻ്റെന്ന് മേടിച്ച് ഇങ്ങനെ 10,000 കണക്കിന് ആളുകളിൽ 250 രൂപ മേടിച്ച് ഈ മേടിച്ചവൻ കോടീശ്വരനായതല്ലാതെ കെട്ടിയവൻ കോടീശ്വരൻ, അങ്ങനത്തെ പരിപാടിയാണ്. അങ്ങനെ ഒരു അത്ഭുത സിദ്ധി ഉണ്ടെങ്കിൽ ഈ ആദ്യം ഈ ചരട് ഉണ്ടാക്കുന്നവൻ എന്ത് ചെയ്യണം? ഒരു 10 രൂപ ചരടെടുത്ത് അവന്റെ ദേഹത്തെല്ലാം കെട്ടണം, കെട്ടിയിട്ട് അവനൊരു കോടീശ്വരനായിട്ട് അവൻ കാണിച്ചു കൊടുക്കണം. അതല്ലേ ചെയ്യേണ്ടത്? ഇന്ന് സംഭവിക്കുന്ന നേരത്തെ ആളുകളെ പറ്റിക്കാൻ. പക്ഷെ അങ്ങനെ ഒരു അത്ഭുതം ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുന്നത് എനിക്ക് വേണ്ടി കുറെ അത്ഭുതങ്ങൾ ഞാൻ ചെയ്യും. അതല്ലേ ചെയ്യേണ്ടത്? യേശുവിന് വേണ്ടി ഓരോ അത്ഭുതം ചെയ്തത് ചെയ്യാൻ ഒരുപാട് അവസരങ്ങൾ യേശുവിന് മുമ്പിൽ ഉണ്ടായിരുന്നു. യേശു വിശന്നു, പിശാച് വന്ന് നല്ലൊരു മാർഗം പറഞ്ഞു കൊടുത്തു. നല്ലൊരു പരന്ന കല്ലെടുത്ത് കയ്യിലോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇതിനോടങ്ങ് അപ്പമായി തീരാൻ കൽപ്പിക്കും. കർത്താവ് പറഞ്ഞ അപ്പമാകത്തില്ല. പറയണ്ടല്ലോ, കർത്താവ് ചിന്തിച്ചാൽ പോലെ ഇത് അപ്പമാണ്. പക്ഷെ കർത്താവ് ചെയ്തില്ലല്ലോ. അവന് വിശന്ന് വഴി നടന്നു പോകുകയും അത്തിയെ കണ്ടു. കർത്താവിനോട് ഒറ്റ വാക്ക് പറഞ്ഞാൽ പോലെയല്ലോ, ഈ അത്തി നിറച്ച അത്തിപ്പഴം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ പോലെയല്ലോ. പക്ഷെ കർത്താവ് പറഞ്ഞല്ല. പക്ഷെ അതിലൂടെ നമുക്ക് വലിയൊരു സന്ദേശം ദൈവം തന്നു അല്ലേ? അത്തിയിൽ ഫലം കാണാത്തത് കൊണ്ട് കർത്താവ് അത്തിയെ എന്ത് ചെയ്തു? ശപിച്ചു. ആ ഭാഗം വായിക്കുമ്പോൾ എനിക്ക് പണ്ട് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ഭാഗം പ്രസംഗിക്കത്തില്ല. ഇപ്പൊ ഞാൻ പ്രസംഗിക്കും, കാരണം അതിനെ മർമ്മം കർത്താവിനെ പഠിപ്പിച്ചു. അതായത് അത്തിയിൽ ഫലം കണ്ടില്ല, അതുകൊണ്ട് കർത്താവ് അതിനെ ശപിച്ചു. പ്രായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അത് അത്തിപ്പഴത്തിന്റെ കാലം അല്ലായിരുന്നു. അത്തിപ്പഴത്തിന്റെ കാലം അല്ലായിരുന്നെങ്കിൽ പിന്നെ ശപിക്കുന്നുണ്ട് കാര്യമുണ്ടോ? പ്ലാവേ ചക്ക ഉണ്ടാകുന്ന സമയത്ത് റോട്ടി കെട്ടിക്കൊണ്ട് പോയാൽ പോലെ, ചക്ക ഉണ്ടാകാത്ത സമയത്ത് റോട്ടിയും കെട്ടിക്കൊണ്ട് പോയി എന്നോട് പറയാം, പ്ലാവേ ചക്കയില്ല, നമുക്ക് നാളെ ഇത് വെട്ടുവാ എന്ന് പറയുമോ നമ്മളാരും? ഇല്ല. നമുക്കറിയാം അതിന്റെ കാലമാണ്, അതിനൊരു കാലമാണ്. ആ കാലത്തെ ഇതിനകത്ത് ഫലം കാണുള്ളൂ നമുക്കറിയാം. പക്ഷെ പ്രായത്തിൽ എഴുതി വെച്ചിരിക്കുക അത്തിപ്പഴത്തിന്റെ കാലം അല്ലായിരുന്നു. ഇതെന്തിനാ കർത്താവേ? പിന്നെ അല്ലെങ്കിൽ ഇതങ്ങ് ഒഴിവാക്കിയാൽ മതി. ഏതാ അത്തിപ്പഴത്തിന്റെ കാലം അല്ലായിരുന്നു എന്നുള്ളത് ആ ഭാഗം മാത്രം ഡിലീറ്റ് ചെയ്തപ്പോഴേ അതും എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ബ്രാക്കറ്റിൽ. അത് അത്തിപ്പഴത്തിന്റെ കാലം അല്ലായിരുന്നു. ഞാൻ കർത്താവ് ഇതെന്ന് എങ്ങനെ എഴുതി വെച്ചിരിക്കും? ഇപ്പോഴെ കർത്താവിനെ പഠിപ്പിച്ചാൽ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. മരങ്ങളെക്കുറിച്ചും മൃഗങ്ങളെക്കുറിച്ചും ഈ ഭൂമിയിലെ സർവ്വചരാചരങ്ങളെക്കുറിച്ചും എല്ലാം ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഇതെല്ലാം കൂടെ വായിച്ചിട്ട് ഈ മരങ്ങളും മൃഗങ്ങളും മാനസാന്തരപ്പെടാൻ വേണ്ടിയല്ല. ഇതൊക്കെ വായിച്ച് നീ മാനസാന്തരപ്പെടാൻ വേണ്ടി.